Dear students, welcome to another online class. This is our 14th class. Now, today we are discussing three important basic accounting concepts. They are accounting period concepts, revenue recognition concepts, and dual aspect concepts. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3 ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, അക്കൗണ്ടിംഗ് പീരിയഡ് തത്വം, അതുപോലെ വരുമാന നിർണയ തത്വം, ഇരുഘടക തത്വം. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. സ്വാഗതം. ഇന്ന് നമ്മൾ 3 ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, അക്കൗണ്ടിംഗ് പീരിയഡ് തത്വം, അതുപോലെ വരുമാന നിർണയ തത്വം, ഇരുഘടക തത്വം. നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പോകാം. അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴാണ് തയ്യാറാക്കേണ്ടത് എന്നതിന് ഉത്തരം നൽകുന്നതാണ് ഈ തത്വം. ഒരു സ്ഥാപനത്തിന്റെ ധനകാര്യ പത്രികകൾ തയ്യാറാക്കുന്ന ഒരു നിശ്ചിത കാലയളവിനെയാണ് അക്കൗണ്ടിംഗ് കാലയളവ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പീരിയഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്? ദിസ് കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് financial statements should be prepared at short intervals. This concept states that financial statements should be prepared at short intervals. ധനകാര്യ പത്രികകൾ ചെറിയ ഇടവേളകളിൽ തയ്യാറാക്കണം എന്ന് ഈ തത്വം പറയുന്നു. ധനകാര്യ പത്രികകൾ ചെറിയ ഇടവേളകളിൽ തയ്യാറാക്കണം എന്ന് ഈ തത്വം പറയുന്നു. ബിക്കോസ് ബിസിനസ് ഹാസ് ഇൻഡെഫിനിറ്റ് ലൈഫ്, ഓണേഴ്സ് ആൻഡ് അതേഴ്സ് cannot wait for such a long period to ascertain profit or loss of a business. A business has indefinite life. Therefore, owners and others cannot wait for such a long period to ascertain profit or loss of business. വ്യാപാര സ്ഥാപനത്തിന് പരിധിയില്ലാത്ത ജീവിതമുണ്ട്. ഉടമസ്ഥനും മറ്റുള്ളവർക്കും അത്തരത്തിലുള്ള ദൈർഘ്യമേറിയ കാലയളവ് വരെ വ്യാപാര സ്ഥാപനത്തിന്റെ ലാഭവും നഷ്ടവും നിർണയിക്കുന്നതിനായി കാത്തിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ധനകാര്യ പത്രികകൾ ചെറിയ ഇടവേളകളിൽ തയ്യാറാക്കണം. ധനകാര്യ പത്രികകൾ ചെറിയ ഇടവേളകളിൽ തയ്യാറാക്കണം. കാരണം വ്യാപാര സ്ഥാപനത്തിന് പരിധിയില്ലാത്ത ജീവിതമുണ്ട്. അതുകൊണ്ട് ആ ലൈഫ് അവസാനിക്കുന്നത് വരെ വ്യാപാര സ്ഥാപനത്തിന്റെ ലാഭവും നഷ്ടവും നിർണയിക്കുന്നതിനായി കാത്തിരിക്കാൻ ഉടമസ്ഥന് കഴിയില്ല. അതുകൊണ്ട് ധനകാര്യ പത്രികകൾ ചെറിയ ഇടവേളകളിൽ തയ്യാറാക്കണം. ഒരു ചെറിയ ഇടവേള എന്ന് പറഞ്ഞാൽ 365 ദിവസങ്ങളുടെ അല്ലെങ്കിൽ 52 ആഴ്ചകളുടെ ഒരു കാലയളവിനെയാണ് ചെറിയ കാലയളവ് എന്ന് പറയുന്നത്. എന്താണ് ചെറിയ കാലയളവ് എന്ന് പറഞ്ഞാൽ? 365 ദിവസങ്ങളുടെ ഒരു കാലയളവ് അല്ലെങ്കിൽ 52 ആഴ്ചകളുടെ ഒരു കാലയളവിനെയാണ് ചെറിയ ഇടവേളകൾ എന്ന് പറയുന്നത്. അതായത് 1 വർഷമാണ് ചെറിയ കാലയളവായി കണക്കാക്കുന്നത്. അതിനർത്ഥം ധനകാര്യ പത്രികകൾ എല്ലാ വർഷങ്ങളിലും തയ്യാറാക്കണം എന്നതാണ്. ഓക്കെ, അപ്പൊ ഈ കോൺസെപ്റ്റ് പറയുന്നത് ധനകാര്യ പത്രികകൾ എല്ലാ വർഷങ്ങളിലും തയ്യാറാക്കണം. കാരണം വ്യാപാര സ്ഥാപനത്തിന് പരിധിയില്ലാത്ത ജീവിതമുണ്ട്. അതുകൊണ്ട് ഉടമസ്ഥനും മറ്റുള്ളവർക്കും അത്തരത്തിലുള്ള ദൈർഘ്യമേറിയ കാലയളവ് വരെ ആ സ്ഥാപനത്തിന്റെ ലാഭവും നഷ്ടവും നിർണയിക്കുവാൻ കാത്തിരിക്കാൻ കഴിയില്ല. ഓക്കെ, അതുപോലെ കമ്പനീസ് ആക്ട് ആൻഡ് ഇൻകം ടാക്സ് ആക്ട് റിക്വയർ ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ആനുവലി. കമ്പനീസ് ആക്ട് ആൻഡ്
ഇൻകം ടാക്സ് ആക്ട് റിക്വയർ ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ആനുവലി. വർഷം തോറും ധനകാര്യ പത്രികകൾ തയ്യാറാക്കണം എന്ന് ഇൻകം ടാക്സ് ആക്ടും അതുപോലെ കമ്പനീസ് ആക്ടും ആവശ്യപ്പെടുന്നു. വർഷം തോറും ധനകാര്യ പത്രികകൾ തയ്യാറാക്കണമെന്ന് IT ആക്ടും അതുപോലെ കമ്പനീസ് ആക്ടും ആവശ്യപ്പെടുന്നു. ആസ് പെർ ദിസ് കോൺസെപ്റ്റ് expenditure can be classified into two: revenue expenditure and capital expenditure. As per accounting period concept, expenditure can be classified into two: revenue expenditure and capital expenditure. ഈ തത്വമനുസരിച്ച് ഒരു വ്യാപാര സ്ഥാപനത്തിലുള്ള എക്സ്പെൻഡിച്ചറിനെ അല്ലെങ്കിൽ ചെലവുകളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ, രണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ഫോർ ദി ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ്. ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച തുകകളെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച തുകകളെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സാലറി കൊടുത്തു, റെന്റ് കൊടുത്തു, കമ്മീഷൻ കൊടുത്തു, ഇതെല്ലാം തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. എന്നാൽ എമൗണ്ട് സ്പെൻഡ് ഫോർ ദി പർച്ചേസ് ഓഫ് ഫിക്സഡ് അസെറ്റ്സ് ആർ കാൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എമൗണ്ട്സ് സ്പെൻഡ് ഫോർ ദി പർച്ചേസ് ഓഫ് ഫിക്സഡ് അസെറ്റ്സ് ആർ കാൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സ്ഥിര ആസ്തികൾ വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിച്ച തുകകളെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സ്ഥിര ആസ്തികൾ വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിച്ച തുകകളെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്താണ് അക്കൗണ്ടിംഗ് പീരിയഡ് കോൺസെപ്റ്റ്? ധനകാര്യ പത്രികകൾ ചെറിയ ഇടവേളകളിൽ തയ്യാറാക്കണം എന്ന് ഈ തത്വം പറയുന്നു. കാരണം വ്യാപാര സ്ഥാപനത്തിന് പരിധിയില്ലാത്ത ജീവിതമുണ്ട്. ഉടമസ്ഥനും മറ്റുള്ളവർക്കും അത്തരത്തിലുള്ള ദൈർഘ്യമേറിയ കാലയളവ് വരെ സ്ഥാപനത്തിന്റെ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നിർണയിക്കുവാനായി കാത്തിരിക്കാൻ സാധിക്കില്ല. 365 ദിവസങ്ങളുടെ അല്ലെങ്കിൽ 52 ആഴ്ചകളുടെ ഒരു കാലയളവിനെയാണ് ചെറിയ കാലയളവ് എന്ന് പറയുന്നത്. വർഷം തോറും ധനകാര്യ പത്രികകൾ തയ്യാറാക്കണം എന്ന് ഇൻകം ടാക്സ് ആക്ടും കമ്പനീസ് ആക്ടും ആവശ്യപ്പെടുന്നു. ഈ തത്വമനുസരിച്ച് ചെലവുകളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ, രണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. വ്യാപാര സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച തുകകളെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതേസമയം സ്ഥിര ആസ്തികൾ വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിച്ച തുകകളെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ധനകാര്യ പത്രികകൾ ചെറിയ ഇടവേളകളിൽ തയ്യാറാക്കണം എന്ന് ഈ തത്വം പറയുന്നു. കാരണം വ്യാപാര സ്ഥാപനത്തിന് പരിധിയില്ലാത്ത ജീവിതമുണ്ട്. ഉടമസ്ഥനും മറ്റുള്ളവർക്കും അത്തരത്തിലുള്ള ദൈർഘ്യമേറിയ കാലയളവ് വരെ സ്ഥാപനത്തിന്റെ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നിർണയിക്കുവാനായി കാത്തിരിക്കാൻ സാധിക്കില്ല. 365 ദിവസങ്ങളുടെ അല്ലെങ്കിൽ 52 ആഴ്ചകളുടെ ഒരു കാലയളവിനെയാണ് ചെറിയ കാലയളവ് എന്ന് പറയുന്നത്. വർഷം തോറും ധനകാര്യ പത്രികകൾ തയ്യാറാക്കണം എന്ന് ഇൻകം ടാക്സ് ആക്ടും കമ്പനീസ് ആക്ടും ആവശ്യപ്പെടുന്നു. ഈ തത്വമനുസരിച്ച് ചെലവുകളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ, രണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. വ്യാപാര സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച തുകകളെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതേസമയം സ്ഥിര ആസ്തികൾ വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിച്ച തുകകളെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്. റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ്, വരുമാന നിർണയ തത്വം. എപ്പോഴാണ് സ്ഥാപനത്തിൽ വരുമാനം അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തേണ്ടത് എന്നാണ് ഈ തത്വം പറയുന്നത്. വരുമാനം എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ വിൽപ്പനയിലൂടെ ലഭിച്ച
തുക, അതുപോലെ തന്നെ സേവനങ്ങൾ നൽകുന്നതിലൂടെ ലഭിച്ച തുക, അതുപോലെ സ്ഥാപനത്തിന്റെ വിഭവങ്ങൾ മറ്റുള്ളവർ ഉപയോഗിച്ചപ്പോൾ കിട്ടിയ തുക, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റ് മുതലായവ അതിൽപ്പെടും. അതുപോലെ നിയമപരമായി കിട്ടാൻ അർഹതയുള്ളതും പണമായി കയ്യിൽ കിട്ടാത്തതുമായ തുകയും വരുമാന നിർണയത്തിൽ ഉൾപ്പെടുത്തണം. എപ്പോഴാണ് വരുമാനം അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്? സാധനങ്ങൾ വിൽക്കപ്പെടുന്ന സമയത്തോ സേവനങ്ങൾ നൽകപ്പെടുന്ന സമയത്തോ ആണ് വരുമാനം അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. This concept states that revenue should be recorded in the books of account at the time when the title of goods passes from seller to buyer. This concept states that revenue should be recorded in the books of account at the time when the title of goods passes from seller to buyer. സാധനങ്ങളുടെ ഉടമസ്ഥതാവകാശം വിൽപ്പനക്കാരനിൽ നിന്നും വാങ്ങുന്ന ആളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന സമയം വരുമാനം അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തണം എന്ന് ഈ തത്വം പറയുന്നു. സാധനങ്ങളുടെ ഉടമസ്ഥതാവകാശം വിൽപ്പനക്കാരനിൽ നിന്നും വാങ്ങുന്ന ആളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന സമയം വരുമാനം അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തണം എന്ന് ഈ തത്വം പറയുന്നു. അതായത് സാധനങ്ങൾ വിൽക്കുമ്പോഴാണ് വരുമാനം അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. As per this concept, revenue is recorded in the books of account when goods are sold to customers. As per this concept, revenue is recorded in the books of account when goods are sold to customers. ഈ തത്വമനുസരിച്ച് സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് വിൽക്കുമ്പോൾ വരുമാനം അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. ഈ തത്വമനുസരിച്ച് സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് വിൽക്കുമ്പോൾ വരുമാനം അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. സാധനങ്ങൾ വിൽക്കപ്പെടുന്ന സമയത്തോ സേവനങ്ങൾ നൽകപ്പെടുന്ന സമയത്തോ ആണ് വരുമാനം അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കടമായി വിൽപ്പന നടത്തുമ്പോൾ വിൽപ്പന നടക്കുന്ന ദിവസമാണ് വരുമാനം രേഖപ്പെടുത്തേണ്ടത്. കടമായി സാധനങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ വിൽപ്പന നടക്കുന്ന ദിവസമാണ് വരുമാനം അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്, അല്ലാതെ പണം ലഭിക്കുന്ന ദിവസമല്ല. ഉദാഹരണത്തിന് 10,000 രൂപയുടെ സാധനം കടത്തിന് വിൽക്കുമ്പോൾ 10,000 രൂപ കയ്യിൽ പണമായി ലഭിച്ചില്ലെങ്കിലും നിയമപരമായി 10,000 രൂപ കിട്ടാൻ അർഹതയുള്ളതിനാൽ ആ തുക വരുമാനമായി കണക്കാക്കണം. സാധനങ്ങളുടെ ഉടമസ്ഥതാവകാശം വിൽപ്പനക്കാരനിൽ നിന്നും വാങ്ങുന്ന ആളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ആ സമയം വരുമാനം അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തണം എന്ന് ഈ തത്വം പറയുന്നു. ഈ തത്വമനുസരിച്ച് സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് വിൽക്കുമ്പോൾ വരുമാനം അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. സാധനങ്ങളുടെ ഉടമസ്ഥതാവകാശം വിൽപ്പനക്കാരനിൽ നിന്നും വാങ്ങുന്ന ആളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ആ സമയം വരുമാനം അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തണം എന്ന് ഈ തത്വം പറയുന്നു. ഈ തത്വമനുസരിച്ച് സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് വിൽക്കുമ്പോൾ വരുമാനം അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നു. നെക്സ്റ്റ്, ഇരുഘടക തത്വം, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. Dual aspect concept. This is the basic principle of accounting. This is the basic principle of accounting. അക്കൗണ്ടിങ്ങിന്റെ അടിസ്ഥാന തത്വമാണ് ഇരുഘടക തത്വം. അക്കൗണ്ടിങ്ങിന്റെ അടിസ്ഥാന തത്വമാണ് ഇരുഘടക തത്വം. ഈ തത്വപ്രകാരമാണ് എല്ലാ ഇടപാടുകളും അക്കൗണ്ട് ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നത്. ഈ ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ട് ബുക്കുകളിൽ എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇറ്റ് ആക്ട് ആസ് എ ബേസിസ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്.
dual aspect concepts act as a basis for recording transaction in the books of account. അക്കൗണ്ട് ബുക്കുകളിൽ വ്യാപാര ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു അടിസ്ഥാനമായി ഇത് പ്രവർത്തിക്കുന്നു. അക്കൗണ്ട് ബുക്കുകളിൽ വ്യാപാര ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു അടിസ്ഥാനമായി ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പ്രവർത്തിക്കുന്നു. എന്താണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്? This concept states that every transaction has two aspects, receiving aspect and giving aspects. Receiving aspect is called debit and giving aspect is called credit. Thus, these two aspects should be recorded at two places in the books of accounts. This concept states that every transaction has two aspects, receiving aspect and giving aspect. Receiving aspect is called debit and giving aspect is called credit. Thus, these two aspects should be recorded at two places in the books of account. ഓരോ ഇടപാടിനും രണ്ട് ഘടകങ്ങളുണ്ട് എന്ന് ഈ തത്വം പറയുന്നു. റിസീവിംഗ് ആസ്പെക്ട്, ഗിവിംഗ് ആസ്പെക്ട് എന്നിങ്ങനെ രണ്ട് ഘടകങ്ങൾ ഓരോ ഇടപാടിലും ഉണ്ട് എന്ന് ഈ തത്വം പറയുന്നു. ഓരോ ഇടപാടിലും രണ്ട് ഘടകങ്ങളുണ്ട് എന്ന് ഈ തത്വം പറയുന്നു. സ്വീകരിക്കൽ ഘടകം, റിസീവിംഗ് ആസ്പെക്ട്, അതുപോലെ തന്നെ ഗിവിംഗ് ആസ്പെക്ട്, നൽകൽ ഘടകം. റിസീവിംഗ് ആസ്പെക്ട്, ഗിവിംഗ് ആസ്പെക്ട്, ഇങ്ങനെ രണ്ട് ഘടകങ്ങൾ ഓരോ ഇടപാടിലും ഉണ്ട്. റിസീവിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൽ ഘടകം, ഗിവിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നൽകൽ ഘടകം. ഓരോ ഇടപാടിലും രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് സ്വീകരിക്കൽ ഘടകം, റിസീവിംഗ് ആസ്പെക്ട്. രണ്ട് നൽകൽ ഘടകം, ഗിവിംഗ് ആസ്പെക്ട്. റിസീവിംഗ് ഘടകത്തെ നമ്മൾ ഡെബിറ്റ് എന്ന് വിളിക്കുന്നു. റിസീവിംഗ് ആസ്പെക്റ്റിനെ, റിസീവിംഗ് ഘടകത്തെ നമ്മൾ ഡെബിറ്റ് എന്ന് വിളിക്കുന്നു. അതുപോലെ ഗിവിംഗ് ആസ്പെക്റ്റിനെ, നൽകൽ ഘടകത്തെ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നു. സ്വീകരിക്കൽ ഘടകത്തെ ഡെബിറ്റ് എന്ന് വിളിക്കുന്നു, നൽകൽ ഘടകത്തെ ക്രെഡിറ്റ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ രണ്ട് ഘടകങ്ങളും അക്കൗണ്ട് ബുക്കുകളിൽ രണ്ട് സ്ഥലത്ത് രേഖപ്പെടുത്തണം. അതുകൊണ്ട് ഈ രണ്ട് ഘടകങ്ങളും അക്കൗണ്ട് ബുക്കുകളിൽ രണ്ട് സ്ഥലത്ത് രേഖപ്പെടുത്തണം. എന്താണ് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് പറയുന്നത്? ഓരോ ഇടപാടിലും രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് സ്വീകരിക്കൽ ഘടകം, മറ്റൊന്ന് നൽകൽ ഘടകം. സ്വീകരിക്കൽ ഘടകത്തെ ഡെബിറ്റ് എന്ന് വിളിക്കുന്നു, നൽകൽ ഘടകത്തെ ക്രെഡിറ്റ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ രണ്ട് ഘടകവും, ഓരോ ഇടപാടിലുമുള്ള ഈ രണ്ട് ഘടകങ്ങളും അക്കൗണ്ട് ബുക്കുകളിൽ രണ്ട് സ്ഥലത്ത് രേഖപ്പെടുത്തണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഇടപാട് രണ്ട് അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തണം എന്നർത്ഥം. ഒരിടപാട്, ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തണം. ഉദാഹരണത്തിന്, നിഷ 2 ലക്ഷം രൂപ മുടക്കി ബിസിനസ് ആവശ്യത്തിന് ഫർണിച്ചർ വാങ്ങി. ഇത് ഒരു ഇടപാടാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ₹2 lakh. ഇവിടെ ഈ ഇടപാടിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് സ്വീകരിക്കൽ ഘടകം. ഫർണിച്ചർ നമ്മൾ വാങ്ങുമ്പോൾ ഏതാണ് നമ്മൾ സ്വീകരിക്കുന്ന ഘടകം? നമ്മൾ സ്വീകരിക്കുന്ന ഘടകം ഫർണിച്ചർ. അതുകൊണ്ട് ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നു, റിസീവിംഗ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നു. അതേസമയം ക്യാഷ് എന്ന ആസ്തിയിൽ കുറവ് സംഭവിക്കുകയും ചെയ്യുന്നു. ഇവിടെ ക്യാഷ് ഗിവിംഗ് ആസ്പെക്റ്റ് ആണ്. ഫർണിച്ചർ വാങ്ങുമ്പോൾ നമ്മൾ ഫർണിച്ചർ സ്വീകരിക്കും, അതേസമയം പണം നമ്മൾ നൽകും. അതുകൊണ്ട് റിസീവിംഗ് ആസ്പെക്ട് ഫർണിച്ചർ ആണ്, ഗിവിംഗ് ആസ്പെക്ട് ക്യാഷ് ആണ്. റിസീവിംഗ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് എന്ന് വിളിക്കുന്നു, അതുകൊണ്ട് ഫർണിച്ചർ ഡെബിറ്റ് ആണ്. ഗിവിംഗ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നു, അതുകൊണ്ട് ക്യാഷ് ക്രെഡിറ്റ് ആണ്. ഇത് നേരെ തിരിച്ചൊന്ന് പറഞ്ഞേ. ഫർണിച്ചർ വിറ്റു, 50,000 രൂപയ്ക്ക് ഫർണിച്ചർ വിറ്റു. ഫർണിച്ചർ വിൽക്കുമ്പോൾ നമ്മൾക്ക് പണം ലഭിക്കും. റിസീവിംഗ് ആസ്പെക്ട് ക്യാഷ് ആണ്, അതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ആണ്. അതേസമയം ഫർണിച്ചർ വിൽക്കുമ്പോൾ
ഫർണിച്ചർ കുറയുന്നു. അതുകൊണ്ട് ഫർണിച്ചർ ഗിവിംഗ് ആസ്പെക്റ്റ് ആണ്. ഫർണിച്ചറിനെ നമുക്ക് ക്രെഡിറ്റ് എന്ന് പറയാം. എന്താണ് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്? അക്കൗണ്ടിങ്ങിന്റെ അടിസ്ഥാന തത്വമാണ് ഇരുഘടക തത്വം. അക്കൗണ്ട് ബുക്കുകളിൽ വ്യാപാര ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു അടിസ്ഥാനമായി ഇത് പ്രവർത്തിക്കുന്നു. ഓരോ ഇടപാടിനും 2 ഘടകങ്ങൾ ഉണ്ട് എന്ന് ഈ തത്വം പറയുന്നു. സ്വീകരിക്കൽ ഘടകം, നൽകൽ ഘടകം. സ്വീകരിക്കൽ ഘടകത്തെ ഡെബിറ്റ് എന്നും നൽകൽ ഘടകത്തെ ക്രെഡിറ്റ് എന്നും പറയുന്നു. അതുകൊണ്ട് ഈ 2 ഘടകങ്ങളും അക്കൗണ്ട് ബുക്കുകളിൽ 2 സ്ഥലത്ത് രേഖപ്പെടുത്തണം. അക്കൗണ്ടിങ്ങിന്റെ അടിസ്ഥാന തത്വമാണ് ഇരുഘടക തത്വം. അക്കൗണ്ട് ബുക്കുകളിൽ വ്യാപാര ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു അടിസ്ഥാനമായി ഇത് പ്രവർത്തിക്കുന്നു. ഓരോ ഇടപാടിനും 2 ഘടകങ്ങൾ ഉണ്ട് എന്ന് ഈ തത്വം പറയുന്നു. സ്വീകരിക്കൽ ഘടകം, നൽകൽ ഘടകം. സ്വീകരിക്കൽ ഘടകത്തെ ഡെബിറ്റ് എന്നും നൽകൽ ഘടകത്തെ ക്രെഡിറ്റ് എന്നും പറയുന്നു. അതുകൊണ്ട് ഈ 2 ഘടകങ്ങളും അക്കൗണ്ട് ബുക്കുകളിൽ 2 സ്ഥലത്ത് രേഖപ്പെടുത്തണം. ഈ വീഡിയോ നിങ്ങൾ 2-3 പ്രാവശ്യം കാണുക. അതിനുശേഷം ഇതിൻ്റെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തുക. തുടർന്ന് അവയുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ.